ഭയങ്കരമായി വാചാലനായി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രേമചന്ദ്രൻ. പക്ഷെ പാർട്ടിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും സംസാരിക്കത്തില്ല. പുറമേ മാന്യനാണ്, കാരണം ചെയ്തു തരാം എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞു വിടും. എന്നാൽ എല്ലാം സഖാവ് പ്രേമേന്ദ്രന്റെ ഒരു ഏകാധിപത്യ പ്രവണതയാണ്. ഇത് RSPക്ക് വേണ്ടി ഒരു കാലത്ത് ജീവിതം ഒഴിഞ്ഞുവെച്ചവർ. പാർട്ടി എന്നാൽ NK പ്രേമചന്ദ്രൻ എന്ന ഏകാധിപതി മാത്രമായപ്പോൾ പാർട്ടി വിട്ടു പോകേണ്ടി വന്നവരാണിവർ. പക്ഷേങ്കിൽ എനിക്ക് എനിക്ക് ആ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോരാൻ താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തിയല്ല. പക്ഷെ അതിനകത്ത് നിന്നു പോകുക എന്ന് പറയുന്നത് വളരെ കഠിനമായിപ്പോയി. എനിക്ക് സഹിക്കാൻ വയ്യാലാണ് ഞാൻ ഇന്ന് പോകുന്നത്. വാഗ്ദാനങ്ങൾ നൽകി പാർട്ടിക്കാരെ പോലും കബളിപ്പിക്കുക മാത്രമേ പ്രേമചന്ദ്രൻ ചെയ്തിട്ടുള്ളൂ എന്ന് ചന്ദ്രനും പറയുന്നു. MP എന്നുള്ള നിലയിലുള്ള സേവനം അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയിലുള്ള സേവനം പുള്ളിയുടെ ഇന്ന് നാളിതുവരെ കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഏത് കാര്യം എടുത്താലും അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെയാണ്. നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ചില വർഗ താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പാർട്ടിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരുടെ ഒരു പ്രശ്നങ്ങൾക്കും മുഖവിലേക്ക് എടുക്കുന്ന ഒരു സ്വഭാവം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ പാർട്ടിയിലെ സഹപ്രവർത്തകർ പോകട്ടെ, ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം പോലും പ്രേമചന്ദ്രൻ നിൽക്കാറില്ലെന്നാണ് നിജ അനിലിന് പറയാനുള്ളത്. ഒരു ജനങ്ങൾ വന്ന് നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് അവർ വരുമ്പോഴത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഒറ്റവാക്ക് നിർത്തിയിട്ട് പിന്നീട് അവർക്ക് ഒരു കാര്യവും ചെയ്തു കൊടുക്കും. പുറമേ മാന്യനാണ്, കാരണം ചെയ്തു തരാം എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞു വിടും. എന്നാൽ പിന്നീട് അവരെ കോണ്ടാക്ട് ചെയ്യുകയോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവര് മുതിരുന്നില്ല. ഇപ്പൊ നമ്മളായ സാധാരണപ്പെട്ട നമ്മൾ താഴേക്കിടയിലുള്ള ജനപ്രതിനിധികളാണ് ഇത് അനുഭവിക്കുന്നത്. കാരണം അവർ ചോദിക്കുമ്പോഴത്തേക്ക് അവരൊന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തുവാന്ന് ചോദിക്കും. അത് നമുക്കാണ് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. പാർട്ടിക്കോ പാർട്ടിയിലെ സഹപ്രവർത്തകർക്കോ ജനങ്ങൾക്കോ വേണ്ടി നൽകുന്ന വാഗ്ദാനങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാത്ത പ്രേമചന്ദ്രൻ സ്വന്തം സ്ഥാനമാനങ്ങൾ മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നും ഇവർ പറയുന്നു. ഞാൻ മാറുന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് 4 പേര് മാത്രമാണ് അന്ന് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നത്. 4 പേരായി ചുരുങ്ങിയപ്പോഴും ജയിച്ച കൂട്ടത്തിൽ അന്ന് 2 പേര് ജയിച്ചു. പിന്നീടായപ്പോഴത്തേക്ക് ഒറ്റയാൾ ജയിച്ചു. പിന്നീടായപ്പോഴത്തേക്ക് ആരും ജയിച്ചില്ല. ഒരാൾ മാത്രം നമുക്ക് MP മാത്രമായിട്ട് ഒതുങ്ങുകയും രാജ്യസഭാ അംഗമായിട്ട് പ്രേമേന്ദ്രനെ നിർത്തുകയും പിന്നീട് അത് കഴിഞ്ഞിട്ട് മത്സരിച്ച് അദ്ദേഹം ഇരുന്നു. യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ ഭരിക്കുന്ന അവർ തന്നെ ആണ്. വേറെ ഒരാൾക്ക് സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവരെയൊന്നും ഈ RSPയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നവര് സംഘടനാപരമായി മുമ്പോട്ട് കയറ്റിവിടത്തില്ല. ഒരുപാട് കഴിവുള്ള ഒത്തിരി വ്യക്തികളുണ്ട് ഇതിനകത്ത്. അവരെ ഒന്ന് മുൻനിരയിലേക്ക് കൊണ്ടുവരാം. നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യാം, അത് ആരും ചിന്തിക്കുന്നില്ല. എന്തിനേറെ പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന RS ഉണ്ണിയുടെ ചെറുമക്കൾക്ക് പാർട്ടി പ്രാദേശിക നേതാവിൽ നിന്നും ദുരനുഭവം ഉണ്ടായപ്പോഴും പ്രേമചന്ദ്രൻ മൗനം പാലിച്ചു. NK പ്രേമേന്ദ്രൻ MP പ്രസിഡന്റായ RS ഉണ്ണി ഫൗണ്ടേഷനെതിരെ RS ഉണ്ണിയുടെ ചെറുമക്കൾ ഉന്നയിച്ച പരാതിയാണ് CPM ഏറ്റെടുത്തിരിക്കുന്നത്. RS ഉണ്ണി ഫൗണ്ടേഷന്റെ പേരിൽ വീടിന്റെ അവകാശം സ്വന്തമാക്കാൻ പ്രാദേശിക RSP നേതാവ് KP ഉണ്ണികൃഷ്ണനും സംഘവും ശ്രമിക്കുകയാണെന്ന് സഹോദരിമാർ പറയുന്നു. എല്ലാം പോട്ടെ, ഇത്രയും ന്യൂസൻസും ലൈഫിന് ത്രെറ്റനിങ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇയാളുടെ പാർട്ടിയിലുള്ള ഈ KP ചെയ്തിട്ടും അയാൾ അവരുടെ അടുത്ത് പോകാനോ ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാനോ വിളിച്ചു പറഞ്ഞില്ല. ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ശബ്ദിക്കാത്ത പ്രേമചന്ദ്രൻ താൻ രാഷ്ട്രീയത്തിൽ സജീവമാണെന്ന് കാണിക്കുന്നത് കല്യാണ വീടുകളിൽ പോയിട്ടാണ്. നമ്മുടെ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എങ്ങും അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല. അദ്ദേഹം പിന്നെ നയപരമായ രീതിയിൽ എല്ലാവരുടെയും കല്യാണത്തിനും ചാക്കാലയ്ക്കും വേണ്ടി കല്യാണവും ചാക്കാലയും കൊലകുളി അടിയന്തരത്തിനും വരുന്നത് രാഷ്ട്രീയ പ്രവർത്തനമായി നോക്കിക്കാണാൻ കഴിയുമോ എന്നുള്ളതാണ് വിഷയം.